വരെ കർത്താവ് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അതുപോലെ പേശി രോഗങ്ങൾ, അതുപോലെ വാതരോഗങ്ങൾ, അതുപോലെ ഞരമ്പ് രോഗങ്ങൾ, കർത്താവ് വ്യത്യസ്തമായ വെയിൻസിന് വിഷമം അനുഭവിക്കുന്നവർ, അത് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ, വിട്ടുപോയവർ കർത്താവ്, അതിനുപോലെ സ്ട്രോക്ക് അനുഭവിക്കുന്നവർ കർത്താവ്, അത്ഭുതകരമായ തലച്ചോറിലെ വിട്ടുപോയ ഞരമ്പുകളെ കർത്താവ് അങ്ങ് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വല്ലാതെ പ്രാകൃത കോലമായ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ പ്രാകൃത കോലം തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയായിപ്പോയവരെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവെല്ലുകളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കശേരികൾ അകന്നു പോയവർ, പൊടിഞ്ഞു പോയവർ കർത്താവെ, ഡിസ്ലൊക്കേറ്റ് ആയവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരിസസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആൾസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികളെ, പിസ്റ്റുല രോഗികളെ കർത്താവ്, ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ മുഴകളുള്ളവരെ, സിസ്റ്റുകളുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികൾ, ശ്വാസകോശ രോഗികളെ, തൊണ്ട രോഗികൾ, സംസാരിക്കാൻ പറ്റാത്തവരെ, സംസാരിക്കാൻ സ്വരം കിട്ടാത്തവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാവിന് രുചി നഷ്ടപ്പെട്ടവരെ, നാവിന് ക്യാൻസർ ഉള്ളവർ, തൊണ്ടയിൽ പഴുക്കുന്നവരെ കർത്താവെ അങ്ങയുടെ ദുരിസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. തിരുമുറുപാടുന്ന വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണേ. മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ കർത്താവെ സ്പർശിക്കണേ. തളർന്നു പോകുന്നവർ, നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇരിക്കാൻ പാടില്ലാത്തൊരു കർത്താവെ, തിരിഞ്ഞ് കിടക്കാൻ പാടില്ലാത്ത കർത്താവെ, വ്യത്യസ്തങ്ങളായ രീതികളിൽ കർത്താവെ വേദന അനുഭവിച്ച് കർത്താവെ ജന്മത്തെപ്പോലും പ്രാഗിക്കൊണ്ട് ജീവിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുമുറുപാട് അടിപ്പെടാനുള്ള കർത്താവെ അങ്ങയുടെ വിശുദ്ധമ വലത് കർത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗ രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫോൺ കോളുകൾ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. ഞങ്ങളെല്ലാ ദിവസവും വരുന്ന ഫോൺ കോളുകളെ വൈകുന്നേരം ആകുമ്പോൾ അത് മുഴുവനും ഫോൺ വരുന്ന സമയത്ത് തന്നെ എഴുതിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം അതിന് ജപമാല ചൊല്ലി ആരാധന നടത്തി അന്നേപ്പം എന്ന് പറഞ്ഞ വലിയ ശുശ്രൂഷ കൃപാസനത്തിലെ വൈകുന്നേരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വരുന്ന എല്ലാ അപേക്ഷകളും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളുരുകിപ്പോകും. കാര്യം എല്ലാവരും പറയും, അച്ഛാ ഇപ്പോഴ് അല്ലെങ്കിൽ ബ്രദറെ കോവിഡ് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കടക്കാർ ഞങ്ങളെ കൊത്തി വലിച്ച് ഞങ്ങൾക്ക് ആക്ക കൊത്തണ പോലെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് അൾത്താറയിൽ ഓർക്കുകയാണ്. ഇപ്പോഴ് അങ്ങനെ ആരുമില്ലാതെ ഒരു ആൾക്കാരുണ്ട്, നോബഡി ടു സപ്പോർട്ട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും അവലംബിക്കാൻ ആളില്ലാത്തവരുണ്ട്. തക്ക സമയത്ത് തക്ക ഇടത്തിന് സഹായിക്കാൻ ആളില്ലാത്തവർ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കുറേ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ജോലി കാര്യങ്ങളാണ് അച്ഛനെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷാ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സപ്പോർട്ടീവ് ഇല്ലാത്തവർ റെക്കമെൻഡ് ചെയ്യാൻ ബാങ്കിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായാലും എംബസിലായാലും എവിടെയായാലും നോബഡി ടു സപ്പോർട്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർ വലിയ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ അത് മനസ്സിലാക്കണവർ, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം മൊത്തം പരിശോധിക്കുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരെ കർത്താവാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അഥവാ കർത്താവിൻ്റെ പിന്തുണ, പ്രോത്സാഹനം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ ഒരു പക്ഷേ ആരാലും സപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവിന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
അതെല്ലാം സങ്കീർത്തകൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ സഹായം ആരുടെയും നാമത്തിലല്ല, കർത്താവിൻ്റെയും നാമത്തിലെന്നും. ഞാൻ ആരിലും ആശ്രയിക്കത്തില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കത്തില്ല, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിലെ അഭയം പ്രാപിക്കത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കാം. അപ്പം അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത വിഷമിക്കരുത്. വിഷമിക്കുകയല്ല വേണ്ടത്, അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്താ കാര്യം? എൻ്റെ കാര്യം കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. എത്ര സാക്ഷ്യങ്ങളാണെന്നറിയാവോ നമുക്ക് വരണത്? നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം ഈശോ തന്നെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. അപ്പം നീ ആരെയും ആവശ്യമില്ലാത്ത ഒരു പരിധി കഴിഞ്ഞ് നിനക്ക് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ അമിതമായി ആശ്രയിക്കരുത്. അമിതാശ്രയങ്ങൾ എപ്പോഴും നമുക്ക് ആത്മീയ അശ്വിനിപാതങ്ങളുണ്ടാക്കും. മറിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലിയില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, കുടുംബത്തിൽ ആർക്കുമേ ജോലിയില്ലാത്തവരുണ്ട്. പിന്നെ ഒരാളിൻ്റെ ജോലി കൊണ്ട് പ്രായമായവരുടെ മരുന്നും കുഞ്ഞുങ്ങളുടെ പഠനവും കുടുംബത്തിൻ്റെ ചെലവുകളും നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ അറ്റപ്പറ്റ ജീവിച്ചു പോകുന്നവർ, ലിവിങ് ഓൺ ദി എഡ്ജിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വിളിമ്പിൽ ജീവിച്ച്, തൊട്ടാൽ ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞു പടച്ച് താഴെ വീണ് ചത്തു പോകും. അങ്ങനെയുള്ള ഡേഞ്ചർ സോണിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോൾ ഓർക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതായത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥനയല്ലേ എന്നാൽ ഓർത്ത് കളയാമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഓർക്കുകയല്ല. കൃപാസനം അൾത്താറയിൽ ആശ്രയം വെച്ചിട്ടുള്ള, അവലംബം വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലെ ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കേണപേക്ഷിച്ചു കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമിൽ കർത്താവ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പരിഭ്രമം കൊള്ളുന്നവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ അവരവരുടെ വഴികളിൽ പോയി തന്താങ്ങളുടെ വഴികളിലേക്ക് ചിതറിപ്പോകുന്ന കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴേ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, നടക്കാൻ പോകുന്നവർ, ടെസ്റ്റ് എഴുതിയവർ, ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയവർ, എഴുതാൻ പോകുന്നവർ, അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം മക്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മക്കളെ ഇരിക്കുക. വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ ദിവ്യകൃപാനയിൽ നിന്നുള്ള വലിയ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുവെന്നുള്ള ജാഗ്രത വേണം. അല്ലാതെ ഫോണും വെച്ചുകൊണ്ട് കണ്ടുവച്ചും പിന്നീട് അവർ വീട്ടിൽ ഓരോരുത്തർ കയറി വരും, അവരോട് സംസാരിക്കും, ഇവരോട് സംസാരിക്കും, പിന്നെ ഫോണിട്ട് നോക്കും. അങ്ങനെ ദൈവത്തെ ആക്ഷേപിക്കുന്ന പരിപാടി, ആരാധനയെ ആക്ഷേപിക്കുന്ന പരിപാടി ചെയ്യരുത്. കൃത്യമായിട്ട് ഈ ആരാധനയിലൂടെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിനക്ക് വിശ്വാസം കുറവാണെങ്കിലും ഇത് കൂടണ ഒരു സമയമാണ്. കർത്താവ് നിന്നെ സന്ധിക്കാൻ പോകുന്ന സമയമാണ്. നിൻ്റെ കണ്ണിനെ കർത്താവിന് സമർപ്പിക്കുക, നിൻ്റെ കാതുകളെ കർത്താവിന് സമർപ്പിക്കുക. കർത്താവെ, ഇപ്പോഴീ നിമിഷം കർത്താവെ, വചനങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോട് ജനങ്ങൾക്ക് കൊതി തോന്നണമേ കർത്താവെ. വചനത്തോട് ജനങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഈശോയെ, വിശ്വാസം കുറഞ്ഞു പോയവരെ കർത്താവ്, അവരെല്ലാം കർത്താവെ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ. പ്രാർത്ഥന എരിവില്ലാത്തവർ കർത്താവെ, അവരെ ഇപ്പോൾ സ്പർശിക്കണമേ പ്രാർത്ഥന. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന വലിയൊരു പാട്ടാണ്, ശരിക്കും വലിയൊരു ഗാനമാണ്. അതായത് നമ്മൾ ആരാധന കൂടുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് കർത്താവിനെ കണ്ട് ആരാധിച്ചവൻ്റെ പുനരുത്ഥാന സാക്ഷ്യ തിരുനാളായിരുന്നു.
തോമസ് അപ്പോസ്തലൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ നമ്മൾ ദുഃഖാന തിരുനാളിനെ ആഘോഷിച്ചത്. അത് കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും, അത് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണത് പറയണമെങ്കിൽ തല കറങ്ങിപ്പോവും. അത്രയ്ക്ക് വലിയൊരു പ്രഖ്യാപനമാണത്. ആദിമസഭയുടെ ഫീലിംഗാണ്. ദ ഫീലിംഗ് ഓഫ് ദി പ്രിമിറ്റീവ് ചേർച്ച്. ആദിമസഭയുടെ ഫീലിംഗാണ്. എന്താണ്? യേശു ആരാണെന്ന്. കാലങ്ങളിലൂടെ പല കൊതറന്മാരും പലതും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസിക് ജീസസ് ഹുയിസ് ആരാണ്? അവൻ ദൈവമാണ്. പിന്നെ ആരാണവൻ? അവൻ കർത്താവാണ്. ഒരേ സമയം തന്നെ എൻ്റെ ദൈവത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിൻ്റെ ദൈവവും നിൻ്റെ കർത്താവും. അതാണ് നമ്മൾ ഈ 16-ാം അധ്യായമില്ലേ, 31-ാമത്തെ വാക്യത്തിലേക്ക് ശ്രുതികട ഹല്ലേലൂയ. നടപടി പുസ്തകത്തിന്റെ 16:31. ഞങ്ങളുടെ ദൈവവും നാഥനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാണെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവാണ് വചനത്തിന്റെ അഭിഷേകം നൽകണമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ആരാധന. അത്ഭുതമില്ലേ? തടവറയിലെ അത്ഭുതം. തടവറയിലെ പൗലോസും ശീലാസും ചങ്ങലകൊട്ടി പാടുന്നൊരു രാത്രിയില്ലേ, ഈ തടവറയിലാണല്ലോ നമ്മളിപ്പോഴെല്ലാവരും തന്നെ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താ? അത് തോമസ് അപ്പോസ്തലൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. തടവറയിലുള്ളവരെല്ലാവരും, കർത്താവും പറഞ്ഞിട്ടുണ്ട്, തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കുമെന്ന്. തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കും. ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ സ്വരം, കർത്താവിൻ്റെ സ്വരം. നിങ്ങൾ ഏതെങ്കിലും തടവറയിലാണോ? ഇപ്പോഴേ കള്ളത്തരത്തിൽ പോസ്കോ കേസിൽ എന്തുമാത്രം ആൾക്കാരാണ് ഓരോരുത്തരെ അമ്മായിയപ്പന്മാരെപ്പോലും മരുമക്കൾ പോസ്കോ കേസിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ മരുമക്കളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യാത്ത തെറ്റാണ്. അപ്പോൾ അകപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ, നമ്മൾ പറയും പിശാചുക്കളില്ല എന്നൊക്കെ ചില ആൾക്കാർ സ്റ്റൈലടിക്കും. പിശാചുക്കളല്ലേ ഉള്ളൂ, ഇതൊക്കെ പിന്നെ പിശാചുക്കളല്ലേ? അത് ഒരു മനുഷ്യനെ തകർക്കണമെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ ജീവിതം വരുമാനം മുട്ടിക്കുക, അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുക, സമൂഹത്തിൽ അപമാനിക്കുക, അവൻ്റെ ഭാവി തകർക്കുക, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും. ഇപ്പോൾ കിങ് കോബ്ര രാജവെമ്പാല കടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിലെ ഒരു കീപ്പർ വാച്ച്മാൻ മരിച്ചു. ഇപ്പം പറയണത് എന്താ? 4 പേരാണ് ഇന്ത്യയിൽ ആകപ്പാടെ മരിച്ചിരിക്കണമെന്ന് ഈ പാമ്പ് കടിച്ചിട്ട്. കടിച്ചവർ പിന്നെ രക്ഷപ്പെടുത്തില്ല. ചില ഡോക്ടർമാരൊക്കെ എഴുതിയിട്ടുണ്ട് കുതിരയുടെ വിഷം എടുത്തിട്ടാണ്, കുതിരയുടെ ഈ നിന്നെടുക്കുന്ന എൻസൈം കൊണ്ടാണ് ഇതിനെ സുഖപ്പെടുത്തുന്ന തായ്ലൻഡിലെ മരുന്നുള്ളതെന്നൊക്കെ പറയും. തായ്ലൻഡിലെങ്കിലും മരുന്നുണ്ടല്ല. ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും കടിച്ചാൽ ഈ ലോകത്ത് മരുന്ന് കിട്ടത്തില്ല. ഇതിന് ഈ രാജവെമ്പാല കടിച്ചാൽ തായ്ലൻഡിൽ മരുന്നുണ്ടെന്നാണ് ഇത് പാമ്പ് പിടുത്തക്കാരൊക്കെ പറയണത്. പക്ഷെ ചിലർ മനുഷ്യർ കടിച്ചിട്ടേ ഈ ലോകത്ത് ഓരോരുത്തരും മരുന്നില്ല. കാര്യം എന്ത് മരുന്ന്? ഇപ്പോൾ പോസ്കോ കേസിൽ അമ്മായിയപ്പനും മരുമകൾ പെടുത്തിയിരിക്കുകയാണ്. ഈ മരുമകളൊരു രാജവെമ്പാലയാണ്. ഈ ആൾ ഇതുപോലെയുള്ള മനുഷ്യനെ നശിപ്പിക്കണം, ഒറ്റക്കടിക്ക് കൊല്ലണം കുടുംബത്തെ എന്ന് വിചാരിച്ചുകൊണ്ട് വരുമാനം മുട്ടിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്നവർ. ഇതിലെ കൂടി റോഡ് പോയാൽ അവന്മാർ ഫാക്ടറി തുടങ്ങും, അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യും, സ്ഥലം കൊടുക്കത്തില്ല, മനഃപൂർവ്വം കൊടുക്കത്തില്ല. ആകപ്പാട് 3 അടി സ്ഥലമാണ് ആ റോഡിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റഡിയിലുള്ളത്, 3 അടിയേ ഉള്ളൂ. അതങ്ങോട്ട് തടഞ്ഞു വെച്ചിക്കും. ഇതിനേക്കാൾ നല്ല രാജവെമ്പാലയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഇപ്പോഴെന്നാ സംഭവിക്കണമെന്നറിയാവോ? നമ്മളുടെ ദൈവത്തിന് വിശ്വാസമുണ്ട്. എന്തിനാണ് വിശ്വാസം? നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദൈവത്തെ വെക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളോട് അത് കഠിനമാണ്. അതാണ് സംഭവം. നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഉപാധിയായിട്ട് ദൈവത്തിനെ വെക്കുന്നു. ദൈവത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം കൂടുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ അത് കഠിനമാണ്. ഒരു പക്ഷേ എക്കാലങ്ങളെക്കാളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തടവറയുടെ അത്ഭുതത്തെക്കുറിച്ചാണ്. ഞാൻ വചനം എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവിന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അവിടെ പുസ്തകം 16:30 അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, പാറാവുകാരൻ ചോദിക്കുക, യജമാനനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാനേ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും, ഇപ്പം കടത്തിൽ നിന്നാണെങ്കിലും രോഗത്തിൽ നിന്നാണെങ്കിലും ആത്മീയ തകർച്ചയിൽ നിന്നാണെങ്കിലും ഇതുപോലെ രാജവെമ്പാലയുടെ സുഖം. ചിലർ പറയും എന്നാണെന്നറിയാൻ പാടില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും. വെറുതെ എന്നാണെന്നറിയാൻ പാടില്ല, ഞാൻ കുഞ്ഞുനാളും പോലെ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇല്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നീ ആർക്കും ജാമ്യം എടുക്കേണ്ട കാര്യമില്ല. നീ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിൻ്റെ സ്വഭാവം ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ തന്തപ്പരുടെ സ്വഭാവമായിരിക്കും, ചിലപ്പോൾ തള്ളയുടെ സ്വഭാവമായിരിക്കും. ഇതൊന്നും ദൈവത്തെ അറിയേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വി മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ്. വാട്ട് ബി ദ അവർ ക്യാരക്ടർ ഡസൻ മേക്ക് എനിത്തിങ്. അതിൽ കഥയില്ല. കർത്താവ് പറഞ്ഞു, എന്നെ നിന്ന് പഠിക്കുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ. ഇപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ വചനമാണല്ലോ അല്ലേ? എൻ്റെ അടുത്ത് വരുവിൻ. ഇപ്പം നമ്മൾ 11:28 അത് വായിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, അധ്വാനിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ? ഭാരം വഹിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ? അപ്പോൾ ഈശോ പറയാം, അല്ല, പിന്നെന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് വരണം. അതാണ് പ്രശ്നം. എന്നിൽ നിന്ന് പഠിക്കുക, അതിൻ്റെ കൂടെയുള്ള വചനമാണേ. അതിൻ്റെ കൂടെയുള്ള വചനമാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളുടെ ദൈവവുമായ അടുത്ത ബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തോടെ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. യു മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ്. എന്താ ഈശോ പറയണത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ. കാരണം അവനാരാ? അവൻ മനുഷ്യൻ്റെ രക്ഷയുടെ അവസാന വാക്കാണ്. അതുകൊണ്ടാണ് ഈ പറാവുകാരൻ പൗലോസിനോട് ചോദിക്കുമ്പോൾ, വാട്ട് ഐ ഷുഡ് ഡു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴെന്താ പറഞ്ഞത്? പൗലോസ് എന്നാ പറഞ്ഞത്? നടപടി പുസ്തകം 16:30-31 അവർ പറഞ്ഞു, പൗലോസ് ശീലാസും കൂടി പറഞ്ഞു, അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാണ് സംഭവം. യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. ഇതാണ് ആദിമസഭയുടെ വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാദ്യം പക്ഷെ പറഞ്ഞത് ആരാണ്? സെൻറ് തോമസാണ് പറഞ്ഞത്, യേശു കർത്താവാണെന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മൾ 11:28 വായിക്കുന്നില്ലേ? നടപടി പുസ്തകത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതായത് യേശുവിനെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു മന്ത്രമാണത്. എന്താണത്? യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുക. അതൊരു ശരണപ്പെടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിച്ചിട്ട്
നമുക്കൊരു കുഴപ്പമില്ല. പല ആൾക്കാരും യേശുവിനെ കർത്താവായിട്ട് തന്നെ പ്രഖ്യാപിക്കും. എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? അവർ വേറെ കർത്താക്കന്മാരൊക്കെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കർത്താവ് യേശു. അവിടെയാണ് പ്രശ്നം വരുന്നത്. യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കാതൊന്നും ഇരിക്കണില്ല. എല്ലാ വില്ലന്മാരും വിരുദ്ധന്മാരും യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം. എന്താ പ്രശ്നം? കർത്താക്കന്മാരുടെ കൂടെ ഇതിലുണ്ട്. സ്വന്തം അളിയനാണ് മകനെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അളിയൻ വരുമ്പോൾ കുർബാനയ്ക്ക് പോകാതെ ഓൺലൈനാണ് കുർബാന, അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മതി. അത് ഓൺ ചെയ്ത് പോലും വെക്കാതെ അളിയനെ സൽക്കരിക്കാൻ വേണ്ടി വാട്ടിച്ചടിക്കാൻ വേണ്ടി രണ്ടും കൂടി കുപ്പിയും ഗ്ലാസും കൊണ്ടിരിക്കുമ്പോൾ അളിയൻ അവിടെ കർത്താവാകും. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. വേറെ പ്രശ്നമില്ല. ഞായറാഴ്ച കുർബാനയാണ് ഓൺലൈനിൽ. വീട്ടിൽ കുർബാന ഉള്ള ഒരു കാലമാണിത്. വീട്ടിൽ കുർബാനയുള്ളൊരു കാലമാണ്. ഇതിനേക്കാൾ നശിച്ചൊരു കാലം വരാനില്ല. കാര്യം കുർബാന വന്ന് സ്വന്തം വീട്ടിലായി കഴിയുമ്പോഴേ അതൊരു വിധിയാണ്. എന്താണ്? കർത്താവ് വീട്ടിൽ വന്നിട്ടോ നമ്മൾക്ക് വേറെയാണ് പ്രാധാന്യമെങ്കിൽ അതാണ് കർത്താവ് നമ്മുടെ. മനസ്സിലായില്ലേ? ഇപ്പം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ്. അപ്പം കുഞ്ഞായി അവിടെ കർത്താവ്. അതാണ് പ്രശ്നം. കുർബാനയുടെ സമയമാണ്. അപ്പം നിങ്ങൾ പറയും അത് ഏതെങ്കിലും കുർബാന, ഹിന്ദുമതം കുർബാന ഓൺലൈനിൽ താത്വികമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ കുർബാന കൂടത്തില്ലെന്ന് നോക്കാൻ സത്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം. ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി മനുഷ്യരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി കുറേ ഡയലോഗ് കാച്ചണതാണ്. ഒരു കഥയുമില്ല. നിങ്ങൾ ആ ഞായറാഴ്ച കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊച്ചാണ് അവിടെ കർത്താവായിട്ട് വരുന്നത്. കർത്താക്കന്മാരെ തിരിച്ചറിയണം. യേശു കർത്താവാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നിങ്ങളുടെ കർത്താവ്. നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? യേശു അല്ലാതെ വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് കർത്താവായി മാറും. അങ്ങനെ പല കർത്താക്കന്മാരുണ്ടെങ്കിൽ യേശു അപ്പം തന്നെ പിൻവലിയും. ഇത് അറിയാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളിപ്പോൾ തിരുത്തണം. പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പോലെ, വിശുദ്ധ പൗലോസിനെ പോലെ അങ്ങേ മാത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ 1.5 കൊല്ലത്തിന് മുമ്പ് ക്രിസ്ത്യാനികൾ തന്നെ കുർബാനയ്ക്ക് പോകാതെ ചായക്കട നടത്തിയിട്ടുണ്ടല്ലേ, പീടികയും നടത്തിയിട്ടുണ്ട്. പ്രാക്കപ്പെട്ട നിങ്ങൾ ഇപ്പം ഏത് കടയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണത്? നിങ്ങളെ കട അടപ്പിച്ച ആൾക്കാരതൊക്കെ കാണുന്നുണ്ടോ? ആരില്ല. കൊറോണ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത സാധനത്തിനാണ് നീ കട അടപ്പിച്ചിരിക്കണേ. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾ എത്രയോ കാലം കർത്താവിനെ വഞ്ചിച്ചവരാണ്. നിങ്ങൾക്ക് 10 പൈസ ഇപ്പോഴാണ് കച്ചവടം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയ്ക്ക് പോകാതെ ഞായറാഴ്ച വരെ വിറ്റവരാൾക്കാരാണ് ഇപ്പോഴും കടയും അടച്ചിരിക്കണതില്ലേ? നിങ്ങൾക്ക് കടമാണെന്ന് പറഞ്ഞിട്ടേ ഏത് കർത്താവ് കേൾക്കാനാ? നിങ്ങൾ കർത്താവിനെ വിറ്റതല്ല ആൾക്കാരല്ലേ? ഒരു ഞായറാഴ്ച കുർബാനയുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ലാതെ 10 പൈസ നേട്ടം ഉണ്ടാക്കാൻ പണമല്ലേ കർത്താവായപ്പോൾ? അപ്പോൾ നിങ്ങൾക്ക് ആ കാലങ്ങളിലെല്ലാം എന്നെല്ലാം നിങ്ങൾ ദൈവത്തെ മറന്ന് പണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? പണം കർത്താവായിട്ടുണ്ട്. യേശു കർത്താവാണെന്ന് ആണ് അപ്പോൾ സഭയുടെ വിശ്വാസം. നിങ്ങൾ തട പറയുന്ന രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. പണമാണോ, കുഞ്ഞാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, ജോലിയാണോ? ഇപ്പം ട്യൂഷൻ എന്തുമാത്രം കുഞ്ഞുങ്ങളെ പോയിരിക്കണേ? എന്തുമാത്രം കുഞ്ഞുങ്ങൾ ട്യൂഷന് പോയിരിക്കണം? ഈ കോവിഡ് കാലത്ത് ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ പഠിക്കണം. ശരി, ഓൺലൈനിൽ പരീക്ഷ. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ കോവിഡ് കാലം കഴിയുമ്പോഴേ ഓൺലൈനിൽ പഠിച്ചവരും പരീക്ഷ എഴുതിയ ആൾക്കാരെയും ആ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അവിടെയാണ് പ്രശ്നം വരണത്. നിങ്ങൾ പണ്ട് കെമിസ്ട്രി ഫിസിക്സൊക്കെ പഠിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാന വരെ കട്ട് ചെയ്തുകൊണ്ട് മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ തള്ളിവിട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും തള്ളിവിടാനില്ല. തള്ളിവിട്ടേച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറ്റത്തില്ല. എന്താ കാര്യം? എവിടെയൊക്കെ പോയിട്ട് മരുന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെ കുഞ്ഞുങ്ങളെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴ് വീട്ടിൽ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെയാണല്ലോ നിങ്ങൾ തള്ളിവിട്ടത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. ദൈവത്തിനെ മറന്നുകൊണ്ട്, വേദപാഠം മറന്നുകൊണ്ട്, ഞായറാഴ്ച കുർബാന മറന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ചൊന്നും നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങളിപ്പോൾ മാസ്ക് വെച്ചോ എന്ന് ചോദിക്കണില്ലേ? എത്ര മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കുമ്പസാരിച്ചോ, നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ?
എടാ മാസ്ക് വെച്ചാ എടാ കൈ സാനിറ്റൈസ് ചെയ്താ. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കർത്താവ് ആരാണ്? ആരോഗ്യമാണോ കർത്താവ്? അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ അനുദപിക്കേണ്ടി വരും. ദൈവത്തെ തള്ളിപ്പറഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് അനുദപിക്കേണ്ടി വരും. ഒരു പരിശുദ്ധ കുർബാനയേക്കാൾ ഉപരി മാസ്കിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് അനുദപിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നെക്കാൾ ഉപരി കർത്താവായിട്ട് പണത്തെ കണ്ടിട്ടുണ്ട്, പ്രസ്ഥാനങ്ങളെ കണ്ടിട്ടുണ്ട്, പ്രസ്ഥാനങ്ങളെ കണ്ടിട്ടുണ്ട്, എന്റെ വ്യവസായങ്ങളെയും വ്യാപാരങ്ങളെയും കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ മറന്നു ജീവിച്ചിട്ടുണ്ട്. മാപ്പ് നൽകണമേ. ദിവ്യകാരുണ്യത്തിന് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുകയും, അതാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുന്നു. ദൈവത്തിന് ആനുകൂല്യങ്ങൾക്ക് മാത്രം വേണ്ടി അവലംബിക്കുന്നു. കർത്താവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ അവലംബിക്കുമ്പോഴും കർത്താവിൻ്റെ വചനങ്ങളും നിത്യതയും നമുക്ക് ഒരു വിഷയമല്ലാതായി മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ വചനത്തോട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയം വചനം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നോ അടുത്തോ നിൽക്കുന്നെന്ന് എപ്പോഴറിയാൻ പറ്റും? വലിയ വിശ്വാസിയാകാം, പക്ഷേ ദൈവത്തോട് നമ്മൾ അകന്നോ അടുത്തോ നിൽക്കുന്നുവെന്ന് എപ്പോഴറിയാൻ പറ്റുമോ? അതിൻ്റെ ഒരു അടയാളം കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി തോന്നുന്നതാണ്. കഠിനമായി തോന്നും. പത്രോസാണ് ഇതിൻ്റെ ഒരു ആൾ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദുഃഖാന പെരുന്നാളായത് കാരണം തോമസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതല്ല, വിശുദ്ധ തോമസ്ലിയെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്ത്, നമ്മൾ പറയുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഇൻറ്റിമസി, എത്രയോ വലിയൊരു ആത്മബന്ധം ഈ സെൻറ്റ് തോമസിന് മറ്റപ്പോസ്റ്റലന്മാരെക്കാൾ ഈശോനോടുണ്ടായിരുന്നു. തോമസാണ് ഇപ്പം ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇത് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ആളാണ്. ഈശോ പറഞ്ഞെന്താ? അതായത് കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ചൊരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച ഒരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച കാലം പത്രോസിൻ്റെ ആ കാലത്ത് തന്നെയാണ് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ഒരാളാണ് സെൻറ്റ് തോമസ്. ഇപ്പം സെൻറ്റ് തോമസിൻ്റെ ഒരു വാക്ക് ചില സമയത്തിന് ഓർക്കുകയും, അതായത് സെൻറ്റ് തോമസിന് എത്രയോ വർഷം കഴിഞ്ഞാണ് പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് പൗലോസ് വചനം പ്രഘോഷിക്കാൻ തിമോത്തിയുമായിട്ട് ഇറങ്ങുമ്പോഴേ തിമോത്തിക്ക് റിമൈൻഡർ കൊടുക്കുന്നുണ്ട്. തിമോത്തി, പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വചനമുണ്ട്, നീ അത് ഓർക്കണമെന്ന് പറയും. കാര്യം ഈ വചനം നീ ഓർക്കണം. ഇപ്പം 2 തിമോത്തി ഇല്ലേ? 2 തിമോത്തി 2:11 വചനമില്ലേ? 2 തിമോത്തി 2:11. എന്താ പൗലോസ് പറയണത്? ഈ വചനം നീ ഓർക്കണം. എന്താണ് ഓർക്കണം വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാണ്, ഈ വചനം നേരത്തെ പറയപ്പെട്ട വചനമാണത്. അതൊരു ബിഷപ്പ് എന്ന രീതിയിൽ നീ ഓർക്കണമെന്നാണ് പറയണത് തിമോത്തിയോട്. എന്താണ് ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കും. എന്നെ രസമായി വചനം കേൾക്കാൻ. ഇത് യേശുവിൻ്റെ ഈ വചനം നീ ഓർക്കണം. കർത്ത ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ഓർക്കേണ്ട വചനം എന്താണ്? 2 തിമോത്തി 2:11. എന്താണ്? ഈ വചനം നീ ഓർക്കണം. എന്ത് വചനമാണ് നീ ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കാം. ഈ വചനം ആരാണ് ആദ്യം പറഞ്ഞ വസ്തു പറഞ്ഞ? സെൻറ്റ് തോമസിൻ്റെ വചനമാണിത്. തോമസ് ലീഗ പറഞ്ഞ വചനമല്ല ഇത്. അന്ന് ലഘുവായി പറഞ്ഞ വചനമാണ്. തോമസ് ലീഗയ്ക്ക് വളരെ ലഘുവായി തോന്നിയൊരു വചനമാണത്. എന്താണ്? യേശുവിൻ്റെ കൂടെ മരിക്കുക എന്നുള്ളത്. ബ്യൂട്ടിഫുള്ളാണ്.
അതായത് മരണവും സഹനവും ഒരു ശിഷ്യന് എന്ന് ലഘുവായി തോന്നണ അന്നാണ് അവൻ യേശുവിനോട് അടുത്തിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താ? എങ്ങനെയാണ് യേശുവിന് അകന്ന് നിൽക്കണത്, എങ്ങനെയാണ് യേശുവിനോട് അടുത്ത് നിൽക്കുന്നത്? അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കാനെന്ന് പറഞ്ഞ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നുണ്ട് 3:17. ഒരു വിശ്വാസിയെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കണം എന്തിനാണ്? തൻ്റെ കൂടെ ആയിരിക്കാനാണ്. തൻ്റെ കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചു. അല്ലേ 3:17 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ. അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അപ്പോസ്തലന്മാരൊക്കെ ഗോതമ്പൊക്കെ തിന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ സാബത്ത് ദിവസം നിയമവും തെറ്റിച്ച് നടന്ന പോലെയുള്ള കൂടെ ആയിരിക്കലാണോ? അല്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, കൂടെ അല്ലാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹന സാഹചര്യങ്ങളിൽ നീ കൈവരിക്കുന്ന നിലപാടാണ് പ്രശ്നം. അത് പനിയായിക്കൊള്ളാം, രോഗമായിക്കൊള്ളാം, ഒരു പക്ഷേ ഒറ്റോരും ഉടയവരും നിന്നെ പിന്തള്ളിയ കാര്യമാകാം, സമൂഹത്തിൽ നിനക്ക് വിലയില്ലാത്ത രീതി മറ്റുള്ളവരെല്ലാം കൊത്തുകോഴിയെപ്പോലെ നിന്നെ ഒറ്റപ്പെടുന്ന കാലം. വാട്ട് എവർ മേ ബി ദ കോസ്, വാട്ട് ഈസ് യുവർ പൊസിഷൻ, വെർ ഈസ് യുവർ പൊസിഷൻ? നിൻ്റെ കുരിശ് എന്ത് തന്നെയായാലും നീ കർത്താവിൻ്റെ കൂടെയാണോ? മനുഷ്യന്മാരുടെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. അവർ അന്നടക്കുന്നതിന് അപ്പനെന്ന് പറഞ്ഞ പോലെ അപ്പോഴപ്പോൾ ഉള്ള കാര്യം അപ്പനാ. അത് കഴിയുമ്പോൾ അവർ കൈ ഒഴിയും. പക്ഷേ എന്ത് സഹന സാഹചര്യം വന്നാലും തോമസ് അല്ലേ എന്ന് പറഞ്ഞത് 11:28 ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.